ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ 4 ദിവസമായി ചരക്കു ട്രെയിൻ നിർത്തിയതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ. ഗുഡ്സ് ട്രെയിൻ മാറ്റുകയും ഓവർബ്രിഡ്ജ് പണിയണമെന്നും വള്ളത്തോൾ നഗർ റെയിൽവേ വികസന സമിതിയും നാട്ടുകാരും ആവശ്യപ്പെട്ടു. 4 ദിവസമായി നിർത്തിയതിനെ തുടർന്ന് ഈ ട്രാക്കിലെ വണ്ടികൾ മറ്റു ട്രാക്കിലേക്ക് മാറ്റിയപ്പോൾ ഓവർബ്രിഡ്ജ് ഇല്ലാത്തതിനെ തുടർന്ന് ദീർഘദൂരം നടക്കേണ്ട അവസ്ഥയാണ്. 41 ബോഗികളുള്ള ഗുഡ്സ് ട്രെയിനാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ഇതോടെ 1-ാം നമ്പർ ട്രാക്കിലൂടെ ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകേണ്ട തീവണ്ടികളെല്ലാം 2, 3, 4 ട്രാക്കിലേക്ക് മാറ്റി. ഓവർബ്രിഡ്ജ് ഇല്ലാത്തതിനാൽ 2-ാം പ്ലാറ്റ്ഫോമിൽ എത്താൻ 41 ബോഗികളെ മറികടന്ന് വേണം എത്താൻ. ഓവർബ്രിഡ്ജ് പണിയണമെന്ന് വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷൻ വികസന സമിതി സെക്രട്ടറി കെ ശശിധരൻ പറഞ്ഞു. വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വണ്ടി നിൽക്കുന്നത് കൊണ്ട് യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും അസൗകര്യമാകുന്നതിനാൽ 2-ാം നമ്പർ റോഡിലെ പ്ലാറ്റ്ഫോം ഇല്ലാത്ത ലൈനിലാണ് ഡൗൺ ലൈൻ നിൽക്കുന്നത്. യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ ദുഷ്കരമാണ്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു പോകുന്നതിനുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പരാതിയായിട്ട് ഈ സ്റ്റേഷനിൽ നിലനിൽക്കുന്നത്. ഈ സ്റ്റേഷനിലെ കംപ്ലൈൻറ്റ് പുസ്തകത്തിൽ 1045ഓളം പരാതികൾ ഈ അടുത്ത കാലത്ത് തന്നെ യാത്രക്കാർ എഴുതിയിട്ടുണ്ട്. അതിന് പരിഹാരം കാണാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്ലൈനിൽ 3-ലും 4-ലും വരുന്ന വണ്ടികൾക്ക് സ്റ്റേഷനിലേക്ക് കടക്കാനോ അതുപോലെ സ്റ്റേഷനിലുള്ളവർക്ക് 3-ാം നമ്പർ 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാനോ യാതൊരുവിധ സൗകര്യമില്ല. പ്ലാറ്റ്ഫോം സൗകര്യം ഇല്ലാത്തതിനും ഫുട് ഓവർ ബ്രിഡ്ജ് ഇല്ലാത്തതിനും യാത്രക്കാർ വളരെ പ്രയാസപ്പെടുന്നു. പല യാത്രക്കാരും ട്രെയിനിൻ്റെ അടിയിൽ കൂടെ കടന്നു പോകുന്നതിനാൽ അപകടം ഉണ്ടായിട്ടുള്ള ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യവശാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ നിരവധി പേരാണ്. 1-ാം നമ്പർ ട്രാക്കിൽ ഗുഡ്സ് ട്രെയിൻ നിർത്തിയതിനെ തുടർന്ന് സ്റ്റേഷനിലെ പരാതി ബുക്കിൽ 40ഓളം പരാതികളും യാത്രക്കാർ നൽകി. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഈ വണ്ടികൾ ഇതുമായിട്ടുള്ള ഗൂഡ്സ് വണ്ടികൾ കൊടുത്തിട്ടതിന് ശേഷം ജനങ്ങൾ അവിടെ പാസഞ്ചറിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് മുറിഞ്ഞു കിടക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇന്നലെ വലിയ നീളത്തിലിത് കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രായമുള്ള ആളുകൾ അങ്ങേ അറ്റം പോയിട്ട് അവിടുന്ന് തിരിഞ്ഞു വരേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. മാത്രമല്ല ഒരുപാട് യാത്രക്കാർ ഈ ഗൂഡ്സ് ട്രെയിനിൻ്റെ അടിയിലൂടെ ഒന്ന് മേളിലേക്ക് കയറാൻ പറ്റാതെ സ്റ്റക്കായി തിരിച്ചു പോയി വീണ്ടും ആ സൈഡിൽ കൂടെ പോകേണ്ട വന്ന അവസ്ഥ ഉണ്ടായി. 1-2 തവണ നമ്മളിതിൻ്റെ സ്റ്റേഷൻ മാസ്റ്ററെ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. ഈ പ്രയാസം വളരെ പ്രയാസപ്പെട്ടു. വളരെ കൊത്തിപ്പിടിച്ച് കയറി ഗൂഡ്സ് ട്രെയിനിൻ്റെ മുകളിൽ കൂടെ കയറി ഇങ്ങോട്ട് പലപ്പോഴും വീഴാനും അതുപോലെ തന്നെ ഒരുപാട് പരിക്ക് പറ്റാനുള്ള സാധ്യത ഒരുപാടാണ്. അപ്പോൾ ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം അത് യാത്രക്കാർക്കാണ്. ഏകദേശം കാലത്ത് നമുക്കറിയാം ഇവിടുന്ന് മെമൂവിൽ കയറി പോകുന്നു 100ന്റെ മേലെ പാസഞ്ചേഴ്സ് ആ സമയത്ത് ഇവിടുന്ന് കയറി പോകുന്നുണ്ട്. വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇതേ രൂപത്തിലുള്ള അവസ്ഥ ഉണ്ടായത്. ഇത് മാത്രമല്ല ഈ കയറി ഇറങ്ങുക എന്നുള്ളത്, ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് കയറുക എന്നുള്ളത് വളരെ കുറച്ച് പ്രായമുള്ള ആളുകൾക്ക് അതുപോലെ തന്നെ കാലിനും മറ്റും പ്രയാസമുള്ള ആളുകൾക്കൊക്കെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ്. ഏതായിരുന്നാലും ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അതിലേക്ക് ശ്രദ്ധ ചെലുത്തുമെന്നാണ് ഞങ്ങളുടെ ഒരു സ്ഥിര യാത്രക്കാരൻ എന്നുള്ള ഞങ്ങളുടെ പ്രതീക്ഷ. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.